നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം, നമുക്ക് ജീവിതത്തിൽ എല്ലാവരും പെട്ടെന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണ് കാര്യം. ജീവിതം നമുക്ക് അധികം സമയമൊന്നുമില്ല. പെട്ടെന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്താണ് മാർഗങ്ങൾ? ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട, ആചരിക്കേണ്ട ഒരു മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ, വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 നിബന്ധനകൾ ഉണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വെപ്രാളമുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ സമയം എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാം? നമ്മൾ നന്നായി പരിശ്രമിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അതുപോലെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നന്നാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ അതാണ്. കുടുംബം ആയിക്കഴിഞ്ഞാൽ അതിനെ നന്നായി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ പരിശ്രമത്തിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് ദൈവവിശ്വാസം എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ മുറുകെ പിടിച്ചു പോകുന്നവർക്ക് വേണ്ടി മാത്രമാണ്. വിശ്വാസമില്ലാത്തവർ ഒരിക്കലും ഈ ചാനൽ കാണണമെന്നോ ഞാൻ പറയുന്നത് അനുസരിക്കണമെന്നോ എന്നൊന്നുമില്ല. ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ്, ഓരോ വിഭാഗത്തിലുള്ളവർ. അപ്പം ഈശ്വര വിശ്വാസികൾ, വിശ്വാസമായി മുന്നോട്ട് പോകുന്നവർ, അവരുടെ വിശ്വാസത്തിൽ ഏതൊക്കെ ഘടകങ്ങളിൽ കൂടി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പം ഈശ്വര വിശ്വാസികളെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം, ഈശ്വര വിശ്വാസം അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഈശ്വര വിശ്വാസമില്ലാതെ ഒരിക്കലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാര്യം ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കും, ദൈവമേ എല്ലാം നന്നാക്കി തരണമേ, നാളെ ഇന്ന കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്, അതെല്ലാം ഒന്ന് പൂർത്തീകരിച്ച് തരണമേ. അതുപോലെ രാവിലെ ഉറക്കമൊഴിക്കുമ്പോൾ പോലും നമ്മൾ ആ ഉറക്കപ്പായിൽ കിടന്നുകൊണ്ട് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഇന്നത്തെ ദിവസം നന്നാക്കി തരണമെന്ന്. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളിൽ നന്നായി പ്രവർത്തിക്കും എന്നുള്ള ഒരു വിശ്വാസം, അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തിനും നമുക്കൊരു ഊർജം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് മാനസികമായി നമുക്ക് കിട്ടേണ്ടുന്ന ഊർജം എന്ന് പറയുന്നത് അത് നമ്മുടെ വിശ്വാസത്തിൽ കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. കായികമായിട്ടുള്ളത് നമുക്ക് ജിമ്മിൽ പോയി അടിച്ച് നമുക്ക് ശരീരമൊക്കെ വലുതാക്കാം. പക്ഷെ മാനസികമായിട്ടുള്ളത് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഈശ്വര വിശ്വാസം രാവിലെ, അപ്പം അതാണ് ഇന്നത്തെ പ്രധാന ചോദ്യം. അതാണ് നമുക്ക് ജീവിതത്തിൽ നന്നായി മുന്നേറുവാനായിട്ട്, ഭാഗ്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഈശ്വര വിശ്വാസം പല ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർന്നു വരുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന പല പ്രവൃത്തികളിൽ ഒന്ന് മാത്രമാണ് ഈശ്വര വിശ്വാസം. അല്ലാതെ ഈശ്വര വിശ്വാസത്തിൽ മാത്രം അടിയുറച്ച് പോയതുകൊണ്ടൊരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മുടെ അധ്വാനം, എന്നാൽ അധ്വാനിച്ചതുകൊണ്ട് മാത്രമായോ ഇല്ല. അധ്വാനവും നമ്മുടെ ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് മേഖലയിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുള്ളൂ. നമ്മൾ നല്ല പഠിച്ചു, നല്ല ഒരു വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉണ്ടായി നല്ല നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു കായികമായിട്ടും മാനസികമായിട്ടുള്ള ധൈര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെക്കാളും കഴിവില്ലാത്തവർ നമ്മൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ ഉയർന്നു പോകാനുള്ള കാര്യം തന്നെ ഭാഗ്യം കൂടുതലുള്ളതുകൊണ്ടാണ്. ഇത് വീണ്ടും ഞാൻ പറഞ്ഞു, വിശ്വാസികളുടെ മാത്രം കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള നമുക്ക് നമ്മളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? അപ്പം ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു നിലവിളക്കെങ്കിലും കത്തിച്ച് വെച്ച് നമ്മുടെ പ്രാർത്ഥന ദിവസവും, നമ്മളൊരു ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധമായി വന്നു നിന്ന് ഒരു നിലവിളക്കെങ്കിലും, ഒരു ഷോക്കേസിൽ ഒരു വിളക്ക് വെച്ച് ഒന്ന് അവിടെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനുള്ള സൗകര്യമില്ലാത്തവർ നമ്മൾ പെട്ടെന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുതിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും. അത് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണമെന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ആ ധൈര്യം കിട്ടുവാൻ വേണ്ടിയിട്ട്, അത് തരുന്ന നമ്മുടെ ദൈവമാണ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസമാണ് എന്നുള്ള ഒരു ഉറച്ച ചിന്താഗതി ഉള്ളവർ തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലരും പറയുന്നുണ്ട്, ഞാനിങ്ങനെ നിത്യവും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, വ്രതമെടുക്കുന്നുണ്ട്,
ഗുരുവായൂർ പോകുന്നു, ചോറ്റാനിക്കര പോകുന്നു, മൂകാംബിക പോകുന്നു. ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ പോകുന്നുണ്ട്. എൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലുമൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്നിട്ടും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരുപാട് തടസ്സങ്ങളാണ്, സകല കാര്യങ്ങളും തടസ്സങ്ങളാണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായി പ്രവർത്തിച്ചാലും തടസ്സങ്ങൾ വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ജാതകത്തിൻ്റെ പ്രശ്നങ്ങളാകാം. സമയദോഷമുണ്ടെങ്കിൽ നമ്മൾ എത്ര ഉന്നത സ്ഥാനത്തിരുന്നാൽ പോലും, നമുക്ക് തൊഴിലുണ്ടെങ്കിൽ പോലും ആ മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടാകാം. ജോലി വരെ രാജിവെച്ച് പോകാൻ തോന്നുന്ന വിധത്തിലേക്ക് വരാം. അത് സമയദോഷം കൊണ്ടാണ്. പക്ഷെ നമുക്ക് സമയദോഷം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലയിൽ ഉയരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മേഖലയിൽ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക നമുക്ക് ഈശ്വരാധീന കുറവ് തന്നെയാണ്. അപ്പം അതിൻ്റെ മറുപടി പറയുന്നത്, ഞാൻ എന്നും ക്ഷേത്രത്തിൽ പോകുന്നു, മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഞാൻ കുടുംബമായിട്ട് മൂകാംബികയിൽ പോകുന്നു, അല്ലെങ്കിൽ ആറ്റുകാലിൽ പോകുന്നു, അല്ലെങ്കിൽ ഗുരുവായൂർ പോകുന്നു, ചോറ്റാനിക്കര പോകുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പം ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു വ്യക്തിക്ക്, ഇപ്പോൾ ഒരു വ്യക്തി എടുക്കുക, ആ വ്യക്തിക്ക് ഒരു ക്ഷേത്രം വഴി ഏറ്റവും കൂടുതൽ ശക്തി കിട്ടുന്നത്, അല്ലെങ്കിൽ മനോധൈര്യം കിട്ടുന്നത്, അല്ലെങ്കിൽ അയാളുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രം വഴിയാണ്. ഒന്നാം സ്ഥാനം അതാണ്. അവിടെ കുമ്പിട്ടതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി കുടുംബദേവതമാർക്ക് കാണിക്കകൾ സമർപ്പിച്ച് അവരോട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മൾ മറ്റെവിടെയും പോകാനായിട്ട്. അതിപ്പോൾ ദിവസവും പോകണമെന്ന് പറയുന്നില്ല. കുടുംബക്ഷേത്രങ്ങൾ മിക്കവാറും മാസത്തിൽ ഒരു ദിവസമൊക്കെ തുറക്കാറുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നന്നായി നടക്കുന്ന കുടുംബക്ഷേത്രങ്ങൾ, മോശമായി നടക്കുന്ന കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. നന്നായി നടക്കുന്ന കുടുംബക്ഷേത്രങ്ങളിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പോയി തൊഴുത് പ്രാർത്ഥിച്ച് തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള കാണിക്ക സമർപ്പിച്ചു വരുന്നവരുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. അതിലവർക്ക് വിജയിക്കുവാൻ സാധിക്കും. വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബക്ഷേത്രം ഏതെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം, കാര്യം ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഇതിനു മുമ്പ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് പേര് നിത്യം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്നുകൂടി അവതരിപ്പിക്കുന്നത്, കാണാത്തവർക്ക് വേണ്ടിയിട്ട്, പഴയ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. കുടുംബക്ഷേത്രം നമ്മുടെ ഈശ്വര ആരാധനയിൽ നമുക്ക് ആ ഒരു ഈശ്വര എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കയറുന്നതിൻ്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബക്ഷേത്രങ്ങളാണ്. എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടാകാം. കുടുംബക്ഷേത്രങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് കൃത്യമായി മാസത്തിൽ ഒരു ദിവസമെങ്കിലും നട തുറന്ന് പൂജകൾ നടത്തുന്ന കുടുംബക്ഷേത്രം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവിടെ നമ്മൾ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് നമ്മളാൽ കഴിയുന്ന വിധം കാണിക്ക സമർപ്പിച്ച് മടങ്ങുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ താമസിക്കുന്ന വീടിനടുത്തുള്ള ക്ഷേത്രത്തിലോ മഹക്ഷേത്രങ്ങളിലോ ഒക്കെ നമ്മൾ പോയാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. ഈ ക്ഷേത്രത്തിൽ, അതായത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി വണങ്ങാതെ നമ്മളിനി എത്ര വലിയ ക്ഷേത്രത്തിൽ പോയാൽ പോലും ഒരിക്കലും നമുക്ക് അതിൻ്റെ പൂർണ്ണ ഗുണം നമുക്ക് ലഭിക്കാറില്ല. അപ്പം ഇന്ന് ദുരിതങ്ങൾ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ സമയം നല്ലതാണ്. ശുക്രനോ ബുധനോ വ്യാഴനോ ഒക്കെ നല്ല സമയമാണ്, നല്ല ഐശ്വര്യത്തോടുകൂടി ജീവിക്കേണ്ടുന്ന സമയമാണ്. പക്ഷേ കുടുംബ പരദേവതമാരുടെ ഭാഗത്തു നിന്നും കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു രാശിയാണ് അതിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ വിളിച്ച് ചോദിക്കുമ്പോഴാണ് അവർക്ക് പോകാൻ സമയമില്ല, അല്ലെങ്കിൽ അത് കുറച്ച് ദൂരെയാണ്, നമുക്കൊരു ബുദ്ധിമുട്ട്. പക്ഷേ ഞാൻ അതല്ല, എൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഞാൻ നിത്യം പോകാറുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. കുടുംബക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ കുടുംബ പരദേവതമാരെന്ന് പറയുന്നത് ഏത് കുടുംബത്തിലാണോ പരദേവതമാർ വന്ന് കുടികൊള്ളുന്നത് ആ കുടുംബത്തിലെ വരും തലമുറയെപ്പോലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരെ നമ്മൾ കൊണ്ടുവന്ന് കുടിയിരുത്തുന്നത്. അവർ വരുന്നതല്ല, അവരെ നമ്മുടെ തന്ത്രിമാർ നമ്മുടെ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുടിയിരുത്തുന്നതാണ്, ഒരു ദേശത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. അതാണ് കുടുംബക്ഷേത്രങ്ങളെന്ന്. ആ കുടുംബത്തിൽ പിറക്കും തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് പോലും സംരക്ഷണം, ഐശ്വര്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ശക്തി നമ്മുടെ കുടുംബത്തിൽ ഉള്ളിടത്തോളം കാലം ആ ഒരു ശക്തിയെ നമ്മൾ അവഗണിച്ചുകൊണ്ട് ഇനി എവിടെ മൂകാംബികയല്ല, ഇനി ഏത് ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് പരിഗണന കിട്ടില്ല. അനുഭവങ്ങൾ കൊണ്ടാണത് പറയുന്നത്.
അപ്പം നമ്മുടെ കുടുംബക്ഷേത്രം എവിടെയാണെങ്കിലും അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മാസത്തിൽ ഒരു ദിവസമെങ്കിലും തുറക്കുന്നതാണെങ്കിൽ ആ ഒരു ദിവസം അവിടെ പോയി നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ, ക്ഷേത്ര വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉയർച്ച ഉണ്ടാകാം. അതിനൊരു സംശയം വേണ്ട. സംശയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുടെ ജീവിതത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും അവർക്ക് വെച്ചടി കയറ്റം തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതിന് കാരണങ്ങൾ മറ്റു പലതായിരിക്കും. ഒന്നുകിൽ അവരുടെ സമയദോഷം കൊണ്ടോ ശത്രുദോഷം കൊണ്ടോ അവർ താമസിക്കുന്ന വീടിന് വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് വരാം. പക്ഷെ ഈ ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ജീവിതത്തിൽ ഉയരാൻ സാധിക്കുന്നില്ല എന്നുള്ളവർ മനസ്സിലാക്കിക്കൊള്ളൂ. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി നിങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർച്ച കിട്ടും. അടുത്തൊരു ചോദ്യം ഇത് കേൾക്കുന്നവരുടെ ഭാഗത്തുനിന്ന് വരാം, ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെയും ഒരുപാട് പേരുണ്ട്. ഒരു 10 പേര് വരുമ്പോൾ 2 പേർക്കെങ്കിലും അവരുടെ കുടുംബക്ഷേത്രം ഏതെന്ന് അറിയില്ല എന്നുള്ളത് അതും ഒരു സത്യമാണ്. അങ്ങനെയുള്ളവർക്കുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് പരമേശ്വരി ക്ഷേത്രങ്ങളിൽ, അങ്ങനെയുള്ള പരമേശ്വരി ക്ഷേത്രങ്ങളിൽ, രാജരാജേശ്വരി ക്ഷേത്രമായാലും അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ പോയി നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമാണ്. അങ്ങനെ പറയാൻ കാര്യം, എല്ലാ ദേവതമാരും സകല ദേവതമാരെയും ഉൾക്കൊള്ളുന്നതാണ് പരമേശ്വരി എന്ന് പറയുന്നത്. പരമേശ്വരി ഭാവത്തിലാണ് നമ്മൾ എല്ലാ ദേവതമാരെയും ലയിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുമാണ് ഉത്ഭവം. നമ്മളൊരു കുടുംബ ദേവതയെ പോലും നമ്മളുടെ ആൾത്തറയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് പോലും പരമേശ്വരി ആ സ്ഥാനത്ത് നിന്നുമാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പരമേശ്വരി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചകൾ കിട്ടാൻ പല ഘടകങ്ങൾ ആവശ്യമാണ്. ക്ഷേത്രത്തിൽ പോയത് കൊണ്ട് മാത്രം കാര്യമായില്ല. കുടുംബക്ഷേത്രത്തിൽ പോയാൽ നല്ലതാകുമെന്ന് പറഞ്ഞതുകൊണ്ട് കുടുംബക്ഷേത്രം അന്വേഷിച്ച് അവിടെ പോയി വരം കിടന്നത് കൊണ്ട് മാത്രവും കാര്യമായില്ല. അവിടെ പോകുന്നത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ സാധ്യതകൾ, നമുക്ക് ഉയരാനുള്ള നല്ല വഴികൾ തെളിഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുന്ന വഴികൾ നമ്മളത് വിനിയോഗിക്കാൻ, അത് ഉപയോഗിക്കാൻ കൂടിയുള്ളൊരു മനസ്സും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്സാഹം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ഉയർച്ചകൾ ഉണ്ടാകും. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് തൊഴിലവസരങ്ങൾ വരുന്നു, മറ്റു പല ഭാഗ്യങ്ങൾ അവരെ തേടി വരുന്നു, പക്ഷെ അവർക്കൊന്നിനും താല്പര്യമില്ല. അവരിങ്ങനെ മൂടിയായിട്ടിരിക്കുക. അതുകൊണ്ട് ജോലിക്ക് പോകാൻ മടിച്ചിട്ട് ചുമ്മാ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് ക്ഷേത്രത്തിൽ പോകുക, മറ്റു പല പേരും പറഞ്ഞ് മറ്റു പല ഭാഗങ്ങളിലേക്കും പോകുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരൊന്നും ദൈവം വിചാരിച്ചാൽ പോലും അവരൊന്നും നന്നാകില്ല എന്നുള്ളത്. അവർ മടിയന്മാരായി ജനിക്കുന്നു, മടിയന്മാരായി വളരുന്നു, മടിയന്മാരായി തന്നെ അവർ മരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്കൊന്നും സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഒന്നും അതങ്ങോട്ട് ഉപയോഗപ്രദമാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ സമയദോഷമോ മറ്റെന്തെങ്കിലും ദോഷങ്ങളോ ഉള്ളവർക്കിത് ഉപകാരപ്പെടില്ല. പക്ഷേ അങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്ഥിരമായി നമ്മൾ ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് വഴിപാടുകൾ നടത്തി തൊഴുതു പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയുള്ള എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും കാലക്രമേണ ആ ദോഷങ്ങളെല്ലാം മാറി നമുക്ക് നന്മകൾ വരുന്നതിന് ഏറ്റവും ഉപകാരപ്രദമാണ് നമ്മുടെ കുടുംബ പരദേവതമാർ. അപ്പം ഈശ്വര സാന്നിധ്യം എന്ന് പറയുന്നത് ആദ്യം നമ്മളിലേക്ക് വരേണ്ടത്, നമുക്ക് കുടുംബക്ഷേത്രമുണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിലെ ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ രക്ഷ തന്നെയാണ് നമുക്ക് വരേണ്ടത്. ആ ദേവൻ്റെ അടുത്തോ ദേവിയുടെ അടുത്തോ പോയി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ ദേവൻ്റെയും അനുഗ്രഹം പൂർണ്ണമായും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അവിടെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകാതെ ഇനി എത്ര വലിയ ക്ഷേത്രത്തിൽ നമ്മൾ പോയാൽ പോലും പൂർണ്ണമായും ഒരു ദേവൻ്റെയും ഒരു ദേവിയുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുമില്ല. നമുക്ക് എന്നും കഷ്ടകാലത്തിലേക്ക് തന്നെ നമ്മുടെ ജീവിതം കൂപ്പുകുത്തി പോവുകയും ചെയ്യും. ഞാനിത് വീണ്ടും പറയുന്നു, ഞാനിത് പറഞ്ഞത് ദൈവവിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ദയവായി വിശ്വാസമില്ലാത്തവർ എൻ്റെ ഈ ചാനൽ കാണേണ്ട കാര്യമേ ഇല്ല. കാര്യം അവർക്ക് ഇതിനൊത്തൊന്നും താല്പര്യമില്ല. നിങ്ങൾ ആരെയും ഞങ്ങളെപ്പോലുള്ളവർ അങ്ങനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുമില്ല. കാര്യം ഞങ്ങളുടെ വിശ്വാസമാണ് ദൈവമേ എന്നുള്ളൊരു വിശ്വാസം, ഭയഭക്തി ബഹുമാനം എന്നുള്ളൊരു വികാരം ഞങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അപ്പം ഒരു ദൈവവിശ്വാസി ജനിച്ചാൽ മരിക്കുന്നത് വരെ അവൻ ദൈവവിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് കാരണം ആ വിശ്വാസം കൊണ്ട് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളവരായിരിക്കും. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ പകുതിയാകുമ്പോൾ തന്നെ അവർ ദൈവത്തിനെ മറക്കും. കാര്യം വെച്ചാൽ ഉപയോഗമില്ലല്ലോ, അപ്പോൾ ദൈവമില്ലല്ലോ. പക്ഷെ അങ്ങനെ ഗുണമുള്ളത് കൊണ്ടാണ് അവൻ ദൈവത്തിൽ മരണം വരെയും വിശ്വസിച്ച് പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ.
നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 നിബന്ധനകൾ ഉണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ വാസ്തുപരമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവിൻ്റെ സാന്നിധ്യം, ബാധാദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്താണുള്ളത്, വരേണ്ടത് തിരുവനന്തപുരത്താണ്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ നമ്പറാണ്. ഇത് രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 മണി വരെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.